ഹൈബീഡന്റെ പോലെയല്ല. ഹൈബീഡൻ അന്ന് വഞ്ചി സ്ക്വയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ ഈ ജോർജ് ഈഡൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപ്പനുണ്ടോ എന്നുള്ളത് തന്നെ മുനമ്പം ജനതയ്ക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹൃദയവേദനയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ജയിപ്പിച്ചിട്ട ഒരു വ്യക്തിയാണ് ഹൈബി എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണുന്നത് പോലും, കാരണം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടതാണ്. എന്നിട്ട് പോലും മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി കരയാത്ത അതേ സ്ഥാനത്ത് തന്നെ സിനിമയ്ക്ക് വേണ്ടി കരയുകയും ചെയ്തു. മണിപ്പൂരിന് വേണ്ടി കരഞ്ഞു. എന്തുകൊണ്ട്? സ്വന്തം മണ്ഡലത്തിലെ കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി. അത് അവരുടെ കാലിൻ്റെ അടിയിൽ ഭൂമിയാണ് പോകുന്നത്, വേറെ ഒന്നുമല്ല നഷ്ടമാകുന്നത്. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, ആരും ഔദാര്യം തന്നതല്ല ഞങ്ങൾക്ക്. അത് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ MP എന്തുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്താണ് പറയാനുള്ളത്? നരേന്ദ്രമോദിനോട് നന്ദി പറഞ്ഞാൽ തീരൂല, അത്രയ്ക്കുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായെന്ന് അറിയാൻ പാടില്ല. നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പ്രകടനം നടത്തിയത്. നരേന്ദ്രമോദി വിജയിക്കട്ടെ എന്ന് തന്നെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇപ്പോ എത്രത്തോളം പ്രതീക്ഷയായി നിങ്ങൾക്ക്? ഞങ്ങൾക്കിപ്പോൾ 100% പ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട MP ഞങ്ങൾക്ക് എതിര് നിന്നപ്പോഴും ഞങ്ങളറിയാത്ത, ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും, ഇതിൻ്റെ സമരത്തിൻ്റെ തുടക്കത്തിലെ എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച വ്യക്തികളാണ് BJP-ക്കാരും. അതുപോലെ തന്നെ ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ബില്ല് പാസ്സാക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ആ രാത്രി തന്നെ ഞങ്ങൾ ആ സന്തോഷം പ്രകടിപ്പിച്ച് ഞങ്ങൾ പ്രകടനം നടത്തി, മുദ്രാവാക്യം വിളിച്ച്, മോദിജിക്ക് വരെ ഞങ്ങൾ ജയ് വിളിച്ച്. അതാണ് മുനമ്പൻ ജനത ഒരു കാര്യം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ആര് ചേർത്ത് പിടിക്കുന്നോ അവരെയും മുനമ്പൻ ജനത ചേർത്ത് പിടിക്കും, ഞങ്ങളെ ആര് തഴയുന്നോ അവരെയും ഞങ്ങൾ തഴയുമെന്ന്. ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ പാതിരാത്രിയിൽ തന്നെ ഞങ്ങൾ പ്രകടനം നടത്തിയതും. അതുപോലെ തന്നെ തുടർന്നും മുനമ്പൻ ജനത വാക്ക് പാലിച്ചിരിക്കും. ഹൈബീഡന്റെ പോലെയല്ല. ഹൈബീഡൻ അന്ന് വഞ്ചി സ്ക്വയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ ഈ ജോർജ് ഈഡൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപ്പനുണ്ടോ എന്നുള്ളത് തന്നെ മുനമ്പൻ ജനതയ്ക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹൃദയവേദനയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ജയിപ്പിച്ചിട്ട ഒരു വ്യക്തിയാണ് ഹൈബി എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണുന്നത് പോലും, കാരണം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടതാണ്. എന്നിട്ട് പോലും മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി കരയാത്ത അതേ സ്ഥാനത്ത് തന്നെ സിനിമയ്ക്ക് വേണ്ടി കരയുകയും ചെയ്തു. മണിപ്പൂരിന് വേണ്ടി കരഞ്ഞു. എന്തുകൊണ്ട്? സ്വന്തം മണ്ഡലത്തിലെ കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി. അത് അവരുടെ കാലിൻ്റെ അടിയിൽ ഭൂമിയാണ് പോകുന്നത്, വേറെ ഒന്നുമല്ല നഷ്ടമാകുന്നത്. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, ആരും ഔദാര്യം തന്നതല്ല ഞങ്ങൾക്ക്. അത് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ MP എന്തുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇപ്പോൾ ഈ ഹൈബീഡൻ പരസ്യമായിട്ട് പറഞ്ഞതാണോ ഇങ്ങനെ ഈ തൻ്റെ അച്ഛൻ്റെ പേര് ഇതാണെന്നുണ്ടെങ്കിൽ? വഞ്ചി സ്ക്വയറിലെ സമരത്തിന് അദ്ദേഹം അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചതാണ്, എൻ്റെ അപ്പൻ ഈഡൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കും, എൻ്റെ ഭാര്യ വക്കീലാണ്, ഞാൻ എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തിന് ഒരു കുന്തവും അറിയാൻ പാടില്ല. MP അല്ല, ഭാര്യ വക്കീലായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഭാര്യ പോലും പഠിച്ചിട്ടില്ല. ഭാര്യ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. അദ്ദേഹം വഖഫ് എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം വഖഫ് എന്നാൽ എന്താണെന്ന്. ഈ 6 മാസം കൊണ്ട് ഞങ്ങളെല്ലാവരും, തീരദേശ പ്രദേശമാവും അറിയാം, അമ്മമാർക്കൊക്കെ അധികം അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറയും വഖഫ് എന്താണെന്ന്. ഒരു വക്കീലിന് പോലും പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ധൈര്യം ഞങ്ങളുടെ പ്രായമായ അമ്മമാർക്ക് വരെയുണ്ട്. അത്രക്ക് ശക്തി ആർജിച്ചു മുനമ്പൻ ജനത. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ വലിയ തരത്തിലാണ് എതിർത്തുകൊണ്ട് സംസാരിച്ചത്. ഈ പറയുന്ന എറണാകുളത്തെ നിങ്ങളുടെ MP ഹൈബീഡൻ, അദ്ദേഹത്തിന്റെ ഈ ഒരു മനംമാറ്റം അത് എത്രത്തോളം വേദന ഉണ്ടാക്കി മുനമ്പൻ ജനതയ്ക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തീരാത്ത ഒരു വേദനയാണ്. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിയല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സ്റ്റേജിൽ നിന്ന്, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ ഞരമ്പിലോടുന്ന രക്തം എന്ന് നിലയ്ക്കുന്നുവോ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് എന്ന് നിൽക്കുന്നുവോ, അതുവരെയും നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കും. അപ്പോഴും ഞങ്ങളുടെ പ്രശ്നമുണ്ട്, ഞങ്ങൾ ഈ നിരാഹാര സമരം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾ കൂട്ടുപിടിച്ചത് നമ്മുടെ ഗവൺമെന്റിനെയും ഞങ്ങളുടെ MLA യുടെ പുറകെ ഞങ്ങളുടെ ഭൂസംരക്ഷണ സമിതിക്കാർ ഒരുപാട് നാൾ
ഒരുപാട് നാൾ അദ്ദേഹത്തിന് പൈസ കൊടുത്തുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുറകെ വാലി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഭൂസംരക്ഷണ സമിതിക്കാർ നടന്നിരുന്നത്. എന്നിട്ട് പോലും 2.5 വർഷം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ MLA ഞങ്ങളെ ചേർത്ത് പിടിക്കാതെ ഞങ്ങളെ പിന്തള്ളുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കിവിടെ ഒരു അടുത്തൊരു പാലമുണ്ട്, ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ MLA-യുടെ അടുത്ത് ഞങ്ങൾ ഈ പാലത്തിന്റെ പണിയുടെ കാര്യം പറയാൻ ചെന്നപ്പോൾ MLA പറഞ്ഞ ഞങ്ങളോടൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഈ പാലത്തിന്റെ പണിയൊക്കെ ഇപ്പൊ റെഡിയാകും, എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം, പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഭൂസംരക്ഷണ സമിതിക്കാരില്ലേ, അവരിപ്പോൾ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും പുറകെയാണ് നടക്കുന്നത്, ഞാനാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളും ആ ഭൂസംരക്ഷണ സമിതിയിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ വായടുകയും ചെയ്തു. ഞങ്ങൾ ഇന്ന് മെത്രാന്മാരുടെ അച്ഛന്മാരുടെ ഒപ്പം നടന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടി സർക്കുലർ ഇറക്കിയതിന്റെ പേരിൽ തന്നെ, അതുപോലെ തന്നെ SNDP, ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സംഘടനകളും, അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളായാലും ഇപ്പൊ ബിഷപ്പുമാര് സർക്കുലർ ഇറക്കിയതിന്റെ പേരിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത് പാസ്സാകാൻ കാരണം. അല്ലെങ്കിലും BJP-ക്കാർ ആദ്യം മുതൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ മോദിജി ഉണ്ടെങ്കിൽ മുനമ്പകാരെ രക്ഷിക്കാനാകുമെന്ന്. ആ വാക്ക് അവർ ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഇനിയും മുനമ്പൻ ജനത ചേർത്ത് പിടിക്കും. ഇവിടെ ഒരു രാഷ്ട്രീയ മാറി ഈ 1-ാം വാർഡിൽ ഒട്ടും BJP മത്സരത്തിന് നിന്നിട്ടില്ല. ഇവിടെ മത്സരത്തിന് നിൽക്കുകയും ഞാൻ ഉറപ്പ് പറയുന്നു ആ വ്യക്തി ജയിക്കുകയും ചെയ്തു, വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും. ഇവിടെ ഇപ്പോ ഈ സുരേഷ് ഗോപി വലിയ സപ്പോർട്ടായിട്ട് ആദ്യമേ തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ. സുരേഷ് ഗോപി ഒരു മാതാവിന്റെ രൂപം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. അത് മുന്നിൽ വെച്ചിട്ടായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ മുന്നോട്ട് പോയത്. അദ്ദേഹം ഞങ്ങൾക്ക് കൊരട്ടിമുത്തിയുടെ ഒരു രൂപം അന്ന് തന്നെ തന്നതാണ്. ഞങ്ങളെ അതിൽ ദിവസേന മാല ചാർത്തുകയും ആ മാതാവിനോട് ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തരികയും, അതുപോലെ തന്നെ ഞങ്ങളുടെ വേളാങ്കണ്ണി മാതാവിന്റെ നാമധേയത്തിലുള്ളതാണ് ഞങ്ങളുടെ പള്ളി. ആ പള്ളി മുറ്റത്താണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ക്രൈസ്തവരെ വലിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പറയുന്ന UDF LDF നിരന്തരമായിട്ട് BJP-യുടെ പേരിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ട്, ഈ ഇതില് എല്ലാ മതങ്ങളും പെട്ടതാണ് ഈ വഖഫ് ഭൂമിയിൽ. പക്ഷെ അവര് ആദ്യമേ തുടങ്ങി പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം സംഘടന ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ അതൊരു തരത്തിലും ശരിയല്ല. ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പോകുന്ന ഒരു കൂട്ടായ ഒരു പ്രദേശമാണിത്. അപ്പോൾ അവരങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ രണ്ടാമത് ഹൈബീഡ് അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും കാർപ്പിച്ചു തുപ്പും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൂലും കെട്ടെടുത്ത് അവരെ ആട്ടിപ്പയക്കും. ഈ സമരപ്പന്തലിലേക്ക് ഇനി കോൺഗ്രസിന്റെ വ്യക്തികളോ മാർക്സിന്റെ വ്യക്തികളോ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതേ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് അത്രയ്ക്ക് വേദനയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഈ വാക്കുകൾ പറയുന്നത്. നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയപ്പാടുണ്ടായിരുന്നു ആദ്യത്തെ സമയത്ത്? ഭയപ്പാടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമോ എന്ന്. ഞങ്ങൾ ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ വലിയ രീതിയിൽ ബിരുദത്തിനൊക്കെ പഠിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. വിവാഹപ്രായമായ പെൺമക്കളെ കെട്ടിച്ചു വിടാനും പൈസ ഇല്ല. കാരണം മത്സ്യത്തൊഴിലാളികളാണ് ഭൂരിപക്ഷം പേരും. അപ്പൊ അതിനെന്ത് വേണം, ഞങ്ങളുടെ ആധാരം കൊണ്ട് ബാങ്കിൽ പണയം വെക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുള്ളായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അതൊക്കെ അടച്ചുപൂട്ടി വെച്ചേക്കണായിരുന്നില്ലേ. അപ്പൊ ഞങ്ങൾക്ക് അത് തുറന്നു കിട്ടുമോ എന്നൊരു ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ ആ ഭയങ്ങളൊക്കെ മാറി ഇന്നിപ്പോ രാജ്യസഭയിൽ എന്തായാലും പാസ്സാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ചായ വിശ്വാസം. അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ നടപടികളും ഉടനടി നമ്മുടെ ഗവൺമെന്റ് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്തു തരണം, തന്നേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അവസാനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്താണ് പറയാനുള്ളത്? നരേന്ദ്രമോദിനോട് നന്ദി പറഞ്ഞാൽ തീരൂല, അത്രയ്ക്കുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായെന്ന് അറിയാൻ പാടില്ല. നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പ്രകടനം നടത്തിയത്. നരേന്ദ്രമോദി വിജയിക്കട്ടെ എന്ന് തന്നെ ഇപ്പോഴും ഞങ്ങൾ പറയണം.